നീ ഇതെവിടായിരുന്നു? നിങ്ങൾ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ എവിടെ പോയി കിടക്കുമായിരുന്നു? നിന്നെ എവിടെയല്ലേ ഞാൻ തിരക്കി? നീ ഇതെവിടായിരുന്നു? ഇവിടെ ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വത്സലയുടെ വീട്ടിൽ പോയി തിരക്കി, കിണറ്റുകരയിൽ തിരക്കി, തുണി അലക്കുന്നിടത്ത് തിരക്കി, അടുക്കളയിൽ നോക്കി, കുളിമുറി വരെ പോയി നോക്കി. കുളിമുറി വരെ പോയി ഞാൻ നോക്കിയെന്ന്. ചുമ്മാതല്ല ആ വത്സല പറഞ്ഞത് നിങ്ങൾ എപ്പോഴും അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാന്ന്. അവളുടെ കുറുമുടി പോയി നോക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അയ്യോ, ഞാൻ അവിടെ കുളിമുറി പോയി നോക്കിയ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ കുളിമുറി വരെ പോയി നോക്കിയെന്ന്. നിന്നെ നീ ഇവിടെ വന്നിരിക്കായിരുന്നു. ഇതെന്നാ കാണിച്ചു വെച്ചേക്കുന്നത്? ഇത് കോലം വരച്ചതാ. കോലം വരച്ചതാ, യൂട്യൂബിൽ കണ്ട്. ഇതെന്നാ കോലം അടിയത്? ഇങ്ങനെ വരച്ചാൽ നമ്മുടെ വീടിന് നല്ല ഐശ്വര്യം കിട്ടും. അതല്ല ഞാൻ ചോദിച്ചത്. ഇതെന്നാ കോലമാണെന്ന്. നിന്റെ കോലം ഇതെന്നാ കോലമാണ്? കണ്ണാടി പോയി ചോദിച്ച് നോക്ക്. നിങ്ങളുടെ കോലത്തിന് ഞാൻ ബെസ്റ്റാ. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് അടിച്ചെടുക്കാൻ വേണ്ടി മേലെപ്പറമ്പിലെ ആൺവീട്ടിലെ നരേന്ദ്രപ്രസാദ് വന്നിട്ടുണ്ട്. കിരീടത്തിലെ ജഗതി ശ്രീകുമാറേ. കിരീടത്തിലെ ജഗതി ശ്രീകുമാർ പിന്നെ ഒരു പണിക്കും പോകാതെ 4 നേരം ഞണ്ടെന്നവനെ ഞാൻ എന്നതാണാ വിളിക്കേണ്ടത്? ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പഴാ അമ്മാവന്റെ ശരിക്കുള്ള കോലമായത്. എന്ത് പണിയാ അമ്മാവ കാണിച്ചത്? മോളൊരു കാര്യം ചെയ്യ്, രാവിലെ കഴിക്കാനുള്ള എന്നാന്ന് വെച്ചാൽ എടുത്തു പോയി. കഴിക്കാനുള്ള ഇനി എന്താന്ന് വെച്ചാൽ ആലോചിക്കണം. ഞാൻ പുട്ടുണ്ടാക്കാൻ വെച്ചിരുന്ന പുട്ട് പൊടി വെച്ചാ കോലം ഉണ്ടാക്കിയത്. അപ്പൊ ഇനി പുട്ടില്ലേ ഇവിടെ? പുട്ടുണ്ടാക്കാനുള്ളതല്ലേ എടുത്താണ്ട് കോലം വരച്ച് വെച്ചേക്കുന്ന പുട്ടുപൊടി എടുത്താണ്. എന്റെ ദൈവമേ, ഇനി ഇവിടെ കഴിക്കാനും ഒന്നുമില്ല. ഇവനാണെങ്കിൽ ഒരു പണിക്കും പോകത്തില്ല. നീ എന്തിനാണോ ഇങ്ങനെ പല നിൽക്കുന്നത്? പണിക്ക് പോകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ ഈ മാതിരി പരിപാടി കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ അമ്മാമനോട് പറയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, എനിക്ക് റിവേഴ്സൽ വേണം. എന്ത് വേണം? റിവേഴ്സ് വേണം. എന്ത് പുറകോട്ട് വരണേ. ഈ റിവേഴ്സ് മതിയോ? ഇത്രയും മതിയോ റിവേഴ്സ്? ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവളുമായിട്ട് എനിക്ക് ഇനി ഒത്തുപോകാൻ പറ്റില്ല. ഈ മാതിരി പരിപാടിയാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. എനിക്ക് ഇവളുമായിട്ടുള്ള റിവേഴ്സ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മാവ, ഡിവോഴ്സ് എന്ന് പറയാൻ അറിയാൻ പോലും പാടില്ലാത്ത ഇയാളെ എനിക്കും വേണ്ട. എനിക്കും വേണം ഡിവോഴ്സ്. ഒരു പണിക്കും പോകത്ത് ഇറങ്ങി പോടാ. അങ്ങനല്ലേ? അങ്ങനെയാണ് ഞാൻ കാണിച്ചത്. എനിക്ക് ഡിവോഴ്സ് വേണം. വാഴ വെക്കാൻ അവനെ കിട്ടത്തില്ല, ഒരു ചേമ്പ് വെക്കാൻ അവനെ കിട്ടത്തില്ല, ഒരു ചേന വെക്കാൻ അവനെ കിട്ടത്തില്ല. എനിക്ക് വേണം ഡിവോഴ്സ്. അല്ല പിന്നെ അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട്, സ്ത്രീത്വം തുളുമ്പുന്ന കേശവദാസപുരം. അല്ല, ഈ കേശവാരം. നിങ്ങളാരാ? അതാണ് ഈ ചോദ്യം തന്നെയാണ് കൃഷ്ണനും ബുദ്ധനും ചോദിച്ചത്, നിങ്ങൾ ആരാണ്? അയ്യോ അല്ല ചേട്ടാ, ഈ ചേട്ടന് മനസ്സിലായില്ല ആരാന്ന്. ഞാൻ ഈ കുറച്ചു നാളുകൾക്ക് മുമ്പേ ഈ മാട്രിമോണിൽ ഒരു പരസ്യം കൊടുത്തിരുന്നു, ഒരു വിവാഹലോചനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ എനിക്കൊരു പെണ്ണിന്റെ ഗ്രഹനില അവർ അയച്ചു തന്നു. അപ്പൊ അവർ 10,000 രൂപ മേടിച്ചു. ഗ്രഹനില നോക്കിയപ്പോൾ 10ൽ 10 പൊരുത്തം. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ ഫോട്ടോ എന്ന് എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞപ്പോ ആദ്യം അവർ കണ്ണിന്റെ പടം അയച്ചു തന്നു. എന്നിട്ട് 10,000 രൂപ മേടിച്ചു. പിന്നെ ഫോട്ടോ അയച്ചു മൂക്കിന്റെ പടം അയച്ചു തന്നു. അതിനും മേടിച്ചു 10,000 രൂപ. പിന്നെ അവർ ചുണ്ടിന്റെ പടം അയച്ചു തന്നു. അതിന് 25,000 രൂപ മേടിച്ചു. അങ്ങനെ 45,000 രൂപ മേടിച്ചു. ഞാൻ അതെല്ലാം കൂടി കൂട്ടി വെച്ച് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കൊണ്ടുപോകും. എനിക്ക് കല്യാണം കഴിക്കണം. അതെ, ഞാൻ ഇവിടുന്ന് പോകുമ്പോ വെറും കൈയോടെ പോവുകയില്ല. എന്റെ ഈ വലത്തെ കൈയിൽ ആ ഇടത്തെ കൈ ഉണ്ടാകും. കൊണ്ടുവാ, ഞാൻ കല്യാണം കഴിക്കും. അയ്യോ ചേട്ടാ, അത് ഇതാണ് ഇതിന്റെ പരിപാടി അല്ലേ? എന്ത് കണ്ട കോന്തനൊക്കെ വന്ന് കൈ കയറി പിടിക്കുമ്പോ കൈ നീട്ടി അങ്ങ് വെച്ചോടത്തോണ്ട് നിൽക്കാൻ വേണ്ടി. ഞാൻ കോന്തനല്ല, ഞാൻ ഇവിടെ കെട്ടാൻ പോകുന്ന കാന്തനാണ്. കെട്ടാൻ പോകുന്ന കാന്തനും? അച്ഛൻ വഴക്കുണ്ടാക്കല്ലേ. അച്ഛൻ മുഖ്യ കാർമ്മികത്വം വെച്ച് ഞങ്ങളുടെ കല്യാണം നടത്തി തരൂ പ്ലീസ്. 45,000 രൂപ മുടക്കിയതാണ് ഞാൻ. ആരാ അച്ഛൻ? അച്ഛനല്ലേ? ഞാനിവിടെ ഭർത്താവാണ്. ഭർത്താവ്? നിനക്കൊരു കാര്യം അറിയോ? ഇവൾ ഓൾറെഡി വെഡഡാണ്. വെഡഡാണ്. വെഡഡെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡിങ് കഴിഞ്ഞതാണ്. ആ വെഡിങ് കഴിഞ്ഞതാണോ? ആ വെഡിങ് കഴിഞ്ഞതാണ്. പിന്നെ മാട്രിമോണിക്കാരെ എന്നോട് 45,000 രൂപ വെച്ചിട്ട് ഈ ഫോട്ടോയും ഫോൺ നമ്പർ തന്നെ ഇങ്ങോട്ട് വിട്ടതോ? ചേട്ടനെ ചതിച്ചില്ലേ ഈ മാട്രിമോണിക്കാര്? എന്നെ അവർ തന്നെയാ ചതിച്ചത്. ഇയാളുടെ ആലോചന വന്നു, ബയോഡാറ്റ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഫോട്ടോ അയച്ചു തന്നത് ഈ ചുണ്ടും ഈ മീശയുള്ള ഭാഗമാണ്.
കല്യാണം കഴിഞ്ഞപ്പോഴാ ചേട്ടാ ഈ വായ ഒന്ന് തുറന്നത്. ആ വായിന്ന് എന്തൊക്കെ വർത്തമാനമാണെന്ന് അറിയാൻ വരുന്നത്. ഇങ്ങനെ ആകെ വാ തുറക്കുന്നത് വൃത്തിയോട് പറയാനും കള്ളു കുടിക്കാനും മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് മതിയായി. ആ മാട്രിമോണിനെതിരെ ഞാനും കേസ് കൊടുക്കാൻ പോവാ. എനിക്ക് എന്തായാലും ഡിവോഴ്സ് വേണം. അല്ല കേസ് വേറെ ഉണ്ട്. അത് വിട്ടേ, അത് വിട്ടേ. ആ കേസ് കൊടുക്കണ്ട, ഏതായാലും ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ പേര്? ശാലു. എന്റെ പേര് മനു എന്നാണ്. ഞാൻ മാലു നാക്കാൻ പോകുന്ന പേര്. അതെന്തിനാ? അല്ല, ശാലു മാലു, ശാലു മാലു, മാലു ശാലു. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. ചേട്ടൻ എന്താ ജോലി? എനിക്ക് സ്വന്തമായിട്ട് സലൂൺ ഉണ്ട്. ബലൂൺ കച്ചവടം. ബലൂൺ അല്ല, സലൂൺ. ജെന്റിൽമാൻ, ഒരു കാര്യം മനസ്സിലാക്കണം. തോന്നിയത് പറയണം. നീ വിളിച്ച നീ എന്തോന്ന് വിളിച്ച? അല്ല, നീ ഒറ്റയാടി കണ്ടവനെ വഴി കൂടെ പോകുന്നവനൊക്കെ എന്നെ വിളിച്ചേട്ടോ അവന്. ജെന്റിൽമാൻ, നിങ്ങളൊരു പിന്നെ വിളിച്ചോ ചെവക്കലടിച്ചാൻ മുട്ടിക്കും. തോന്നിവാസം പറയത്തോടാ വീട്ടിൽ കയറി വന്നോ. തോന്നിവാസം പറയണം. ചേട്ടാ അല്ല, ജെന്റിൽമാൻ എന്ന് പറഞ്ഞ ഒരു നല്ല വാക്കാണ്, അതാണ് വിളിച്ചത്. അരിപ്പൊടി കണ്ണിലറിഞ്ഞിട്ട് നിന്നെ ഇരുട്ടടി അടിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, 45,000 രൂപ മുടക്കിട്ട് ഞാൻ ഇവിടെ വന്നേക്കണം. ഞാനെന്താ വേണം? നീ മിണ്ടാതിരിക്കാമോ നിങ്ങക്ക്? മൂത്രത്തിക്കല്ല, അതാ ഇത്ര മുൻഷുണ്ടി. മൂത്രത്തിക്കല്ലോ? നിനക്കെന്താണ് കുഴപ്പം? സുഹൃത്തെ, ഞാനൊരു നല്ല കാര്യമായിട്ട് 45,000 മാട്രിമോണിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പെൺകുട്ടി ഇഷ്ടപ്പെട്ടു, എനിക്ക് കല്യാണം കഴിക്കണം. നിങ്ങൾ ഏതായാലും ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കില്ല, ഞാൻ കല്യാണം കഴിച്ചോളാം. പ്ലീസ് ഒന്ന് സമ്മതിക്കും. നിങ്ങൾ നീ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ അത് എന്റെ വിഷയമല്ല, മനസ്സിലായോ? ശാലു, ഞാന് ഈ പെട്ടിയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് കയറി വന്ന എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നപ്പോ? കൊള്ളാം. മൃഗയിലെ മമ്മൂട്ടി പട്ടിയും പിടിച്ചോണ്ട് വരുന്ന പോലെ ഉണ്ട്. മൊത്തത്തിൽ ശുണ്ടിയാണ്. നല്ലതായിരുന്നു. എത്ര വരെ പഠിച്ചു? എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, അതാണ്. +2 പാസ്സാകാത്തോണ്ടായിരിക്കും. അയ്യോ, അതിന് ഞാൻ 10ാം ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ. 10ാം ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, അത് 9ൽ നിർത്തിയല്ലോ. പക്ഷെ എന്നാലും എനിക്ക് ശാലുവിനെ ഇഷ്ടമാണ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോണു. ഞാൻ അച്ഛനും അമ്മയും വിളിക്കാൻ പോവുകയാണ്. നീ വിളിക്കണ്ടാ. നീ ഇവളെ കൊണ്ട് കെട്ടിയെടുത്തോണ്ട് വീട്ടിൽ ചെല്ലുമ്പോ അവള് ഡെയിലി തന്തയ്ക്കും തള്ളക്കും വിളിച്ചോളൂ. നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാമോ? നമുക്ക് ഞാൻ കൊല്ലും. ഞാൻ പറയാം കേട്ടോ. ശാലു, ഞാൻ വീട്ടിൽ പോയി വിവരം പറഞ്ഞിട്ട് വരാം. ശാലു എന്റെ കൂടെ വരൂല്ലേ? വരും. എന്റെ കൂടെ കുറെ നാൾ നിന്നിട്ട് ഇതുപോലുള്ള കളം വരെയൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്തോ എന്തോ ഇതാ നോക്കി, പൂർണ്ണചന്ദ്രനെ വരച്ചു വെച്ചേക്കുന്നു. പാട്ട് പാടുവോ? ചെറുതായിട്ട് പാടും. അപ്പൊ കളമെഴുത്തും പാട്ടുമായല്ലോ. ഇനി ഒരു മകുടി കൂടെ മേടിച്ചാ മതിയല്ലേ? ഞാൻ ഏതായാലും വീട്ടിൽ പോയിട്ട് വരട്ടെ. വീട്ടിൽ പോയിട്ട് വാ. ശാലു, മാലു ഒന്ന് വിളിക്കേ. മാലു, ശാലുവിന്റെ വീടാണോ? അതെ. ദൈവമേ, അതേ ഫോട്ടോ, അതേ കണ്ണ്, അതേ മുക്ക്, അതേ ചുണ്ട്. ശാലു, 50,000 രൂപ വേണ്ടിയാണ് ഞാൻ ശാലുവിന് വേണ്ടി കൊടുത്തേക്ക്. 50,000 രൂപ കെട്ടിവെച്ചിട്ട് വരാണ്. എവിടെ കൊടുത്തു? 50,000 രൂപ ഞാൻ കെട്ടിവെച്ചു മാട്രിമോണിക്ക്. 50,000 രൂപ അവർ ചോദിച്ച പൈസ. അറിയുന്നോടോ? അല്ല, ഈ ചേട്ടനും അങ്ങനെ തന്നെ വന്നത്? ഞാൻ ആദ്യം വന്നാ ഞാൻ 45,000 രൂപ കെട്ടിവെച്ചിട്ടാ. ഇയാൾ 45,000 ഇല്ല, ഞാൻ 50,000 രൂപ കെട്ടിവെച്ചിട്ടാണ് വന്നത്. 50,000 രൂപ കൊണ്ടുവരില്ല, ആദ്യം വന്നായിരുന്നു. ഞങ്ങൾ പേര് വരെ മാറ്റി. എന്റെ പേര് മാലു എന്നാക്കിയറിയാമോ? ഷാലു എന്റെ കൂടെ ജീവിക്കാനുള്ളതാണ്. മനസ്സുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ഷാലു. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഫോട്ടോ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം നേരിട്ട് ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് ശാലുവിനെ വേണം. എനിക്ക് ഷാലു വേണം. 50,000 രൂപ ഞാൻ മുടക്കാണ്. ഷാലുവിനെ ഞാൻ കൊണ്ടുപോകും. നീ എന്റെ 45,000 നീതാണ് എന്റെ. എന്താണ് ഒരാളിപ്പുറത്ത് ബാലൻസ് ചെയ്ത അളിയൻ എത്ര മുടക്കിയ? 45,000 ഇവിടെ മാട്രിമോണിയിൽ കൊടുത്തായിരുന്നു. ഞാൻ 50,000 രൂപ മുടക്കണം. 50,000 രൂപ, ഒന്നും രണ്ടും അല്ല, ഞാൻ പണി ചെയ്ത പൈസ 50,000 ഞാൻ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊണ്ടുപോകും. ഇടാ, 2 വർഷം മുമ്പ് ഹൈവേയുടെ സൈഡിൽ ഒരു 2 നില വീടും 1 ഏക്കർ സ്ഥലം ഉണ്ടെന്നും പറഞ്ഞ് ഈ ഫോട്ടോ കാണിച്ച് ഇതേ മാട്രിമോണിയക്കാര് എന്റെ 25,000 രൂപ അടിച്ചെടുത്തു. ആ 25,000 രൂപ എനിക്കാര് തരും? അതെ, ആ 25,000 രൂപ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് തരാം. അങ്ങനെയെങ്കിലും എന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു പോ. ഡീൽ? ഡീൽ. അപ്പൊ ഞങ്ങളുടെ പൈസ അത് നോ ഡീൽ.